ദിയ പോയപ്പോ തൊട്ട് ഒരു സമാധാനം ഇല്ല. സാറിനെ കണ്ടോ എന്തോ, എന്താ പറഞ്ഞത് എന്നൊന്നും അറിയാത്തോണ്ട് നല്ല ടെൻഷനുണ്ട്. ഈ പീരീഡ് ഒന്ന് കഴിഞ്ഞാൽ ക്ലാസ്സിൽ നിന്ന് ചാടാൻ നിൽക്കുകയാണ് ഞങ്ങൾ. ഈ സാറിന് ഒന്ന് നിർത്തി പൊക്കൂടെ, വാ കടയുന്നില്ല എന്തോ. സിത്തു താടിക്കും കൈയും കൊടുത്ത് ഒരേ ഇരിപ്പാണ്. ഒന്ന് ഇവിടുന്ന് ചാടാൻ എന്താ ഒരു വഴി? കീർത്തി അതും പറഞ്ഞ് എല്ലായിടത്തും ഒന്ന് നോക്കി. ഒരു വഴിയില്ല മോളെ, ബെല്ലടിക്കുക തന്നെ വേണം. ക്ലാസ് ചടച്ചതിൻ്റെ എല്ലാ ഭാവവും ഞങ്ങളുടെ മുഖത്ത് തന്നെ എഴുതി വെച്ച പോലെയുണ്ട്. ദിയ പോയിട്ട് കുറെ ആയില്ലേ, അവളുടെ പിന്നാലെ പോയാ മതിയായിരുന്നു. സിത്തു പുറത്തേക്ക് വലിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. പോയാ മതിയെന്നു. അതും പറഞ്ഞ് ഞാൻ അവരെ നോക്കിയതും രണ്ടും തുറിച്ചു നോക്കി. അപ്പോഴേ പറഞ്ഞതാ പോകാന്ന്. അപ്പോ അവളുടെ സാറുമാരുടെ പറയിപ്പിക്കൽ. സിത്തു അതും പറഞ്ഞപ്പോഴാണ് ആ കാര്യം ഓർമ്മ വന്നത്. ഞാനാണല്ലോ പോക്കു മുടക്കിയതെന്ന്. അവരുടെ നോട്ടത്തിന്റെ കാര്യം മനസ്സിലായതും ഇളിച്ചോണ്ട് നേരെ സാറിനെ നോക്കി ഡീസൻ്റായി ഇരുന്നു. കുറച്ചു നേരം കൂടെ സാറിന്റെ വെറുപ്പിക്കലുണ്ടായിരുന്നു. അത് കഴിഞ്ഞതും ബെല്ലടിച്ചു. അപ്പൊ തന്നെ ബാഗ് എടുത്ത് ചാടി. ആദ്യം തന്നെ പോയത് ഓഫീസിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ ക്ലാസ് കഴിഞ്ഞത് കൊണ്ട് ഓരോ സാറുമാരായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓഫീസിലേക്ക് എത്തി വലിഞ്ഞു നോക്കിയതും അൻവർ സാർ എന്തോ ആലോചിച്ചിരിക്കുന്നതാണ് കണ്ടത്. സാറ് നല്ല ആലോചനയിലാണല്ലോ. അവളെവിടെ പോയി എന്തോ? ഇനി സാർ ദിയയോട് ആലോചിക്കാൻ സമയം വേണമെന്ന് വല്ലതും പറഞ്ഞോ? അതാണോ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത്? എന്താണോ എന്തോ. കീർത്തി കാര്യമായി പറഞ്ഞതും ഞാനും സിത്തുവും അവളെ കൂർപ്പിച്ച് നോക്കി. അപ്പോൾ പെണ്ണ് വേഗം താഴേക്ക് പോയി നോക്കാന്ന് പറഞ്ഞ് നടന്നു. ദേ അവിടെ ഇരിക്കുന്നു. പെട്ടെന്ന് കീർത്തി അത് പറഞ്ഞതും അവൾ നോക്കുന്ന ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ദിയ മരച്ചോട്ടിൽ ഇരിപ്പാണ്. പെണ്ണിന്റെ ഇരുത്തം കണ്ടതും ഒരു പന്തികേട് തോന്നി. ഞങ്ങൾ പരസ്പരം ഒന്ന് നോക്കി. പിന്നെ വേഗം അവളുടെ അടുത്തേക്ക് ഓടി. ദിയ വേഗം ചെന്ന് അവളുടെ തോളിൽ കൈവച്ച് വിളിച്ചതും പെട്ടെന്ന് ചിരിച്ചോണ്ട് ഞങ്ങളെ നോക്കി. ആ നിങ്ങൾ വന്നോ? അവളുടെ ചോദ്യവും സംസാരമൊക്കെ കേട്ടതും ഞാനും സിത്തുവും കീർത്തിയും ഒന്ന് പരസ്പരം നോക്കി. അവരും അപ്പോ എന്നെ നോക്കി. ആകെ കരഞ്ഞാണ് ഇരിപ്പെന്ന് കണ്ടാൽ തന്നെ അറിയാം. ഞങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി വെറുതെ കള്ളച്ചിരിയാണ് മുഖത്തു വരുത്തിയിരിക്കുന്നത്. കണ്ടാൽ തന്നെ അറിയാം. എടി സാർ എന്താ പറഞ്ഞേ? വേറെ ഒരു മുഖവരെയും കൂടാതെ സിത്തു പെട്ടെന്ന് തന്നെ ചോദിച്ചു. സ്റ്റുഡൻ്റ് അല്ലേ, സാർ അങ്ങനെ കണ്ടിട്ടുള്ളൂ എന്ന്. ഓക്കെ എന്നും പറഞ്ഞ് ഞാൻ പോന്നു. ഞങ്ങളെ നോക്കാതെ മറ്റെവിടെയോ നോക്കിക്കൊണ്ടാണ് പെണ്ണത് പറഞ്ഞത്. അവളുടെ ഇരുത്തവുമൊക്കെ കണ്ടതും ആകെ പേടിയാകാൻ തുടങ്ങി. ഞങ്ങൾക്ക് എന്താ പറയുക എന്നറിയാതെ പതറിപ്പോയി. നിങ്ങളെന്താ എന്നെ ആദ്യമായിട്ടാണോ കാണണേ? ഇങ്ങനെ നോക്കാൻ ഇവിടെ ഇരിയടി. അവള് അതും പറഞ്ഞ് ഞങ്ങളെ പിടിച്ചിരുത്തിയതും ഞങ്ങൾ പരസ്പരം നോക്കി. ദിയ നീ ഓക്കെ അല്ലേ? ഹാടി സിത്തു, ഞാൻ കംപ്ലീറ്റ് ഓക്കെ ആണ്. പിന്നെ സാറ് എന്തു പറഞ്ഞാലും അത് മനസ്സിലാക്കി മുന്നോട്ട് പോകും എന്ന് ഞാൻ എനിക്കും വാക്ക് കൊടുത്തതല്ലേ. അവള് അതും പറഞ്ഞ് ഞങ്ങളെ നോക്കിയതും പെട്ടെന്ന് എനിക്ക് സങ്കടം വന്നു. ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളു നീറുന്നത് മനസ്സിലായതും ഞാൻ കരയാതിരിക്കാൻ പാടുപെട്ടു. ചുണ്ടുകൂട്ടി പിടിച്ചു നിന്നു. എന്താനു? എനിക്ക് ഒന്നുമില്ലടാ, എന്തിനാ കരയുന്നേ? എൻ്റെ ഭാവം കണ്ടതും ദിയ അതും പറഞ്ഞതും ഞാൻ അറിയാതെ കരഞ്ഞുപോയി. പെട്ടെന്ന് അവൾ എന്നെ കെട്ടിപ്പിടിച്ചു. എനിക്ക് ഒന്നുമില്ലടാ, ഞാൻ ഓക്കെയാണ്. ശബ്ദത്തിലെ ഇടർച്ചയിൽ അവളും കരഞ്ഞെന്ന് മനസ്സിലായി. അപ്പം തന്നെ സിത്തുവും കീർത്തിയും കൂടെ ഞങ്ങളെ പൊതിഞ്ഞു പിടിച്ചു. എല്ലാവരും കൂടെ ആകെ കൂട്ടക്കരച്ചിലായി കുറച്ചു നേരം. പിന്നെ ബോധം വന്നതും വിട്ടുനിന്നു. കീർത്തിയെ ചാരിയിരുന്നു ദിയ. അവളോട് എന്തു പറയുമെന്നറിയാതെ ഞങ്ങളും ഇരുന്നു. മൊത്തത്തിൽ ഒരു മൂകത പടർന്നു. എന്താ എല്ലാവരും ഒരു മരിച്ച വീട്ടിൽ പോയ പോലെ? പെട്ടെന്ന് കിച്ചേട്ടൻ അതും പറഞ്ഞു വന്നതും ഞങ്ങൾ ആകെ ഒന്ന് നേരെ ഇരുന്നു.
നോക്കുമ്പോൾ 3 ആളുമുണ്ട്. എന്താ നിങ്ങളുടെ മുഖം വല്ലാതിരിക്കുന്നേ? സിദ്ധുവേട്ടൻ പെട്ടെന്ന് അത് ചോദിച്ച് സിദ്ധുവിൻ്റെ കവിളിൽ പിടിച്ചു. ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുടച്ച് പെട്ടെന്ന് ആ മുഖത്ത് ഒരു വെപ്രാളം വന്നത് കണ്ടതും ഞാൻ അതിശയത്തോടെ ആളെ നോക്കി നിന്നു. പെങ്ങന്മാരുടെ കണ്ണൊന്ന് നിറഞ്ഞെന്ന് കണ്ടതും ആളിൽ പരിഭ്രാന്തി പടർത്തിയെന്ന് കണ്ടതും എൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. സാറിനോട് സംസാരിച്ചു. സാർ എന്നെ സ്റ്റുഡൻ്റ് ആയിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതിനാണോ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നേ? ഞങ്ങൾ എന്താ ദിയ പറഞ്ഞത്? സാർ എന്താ പറയുന്നത് അത് മനസ്സിലാക്കണമെന്നല്ലേ? അരുണേട്ടൻ പെട്ടെന്ന് ചൂടായി ചോദിച്ചതും ഞാൻ ആളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. ഞാൻ അപ്പോൾ ഒന്ന് കരഞ്ഞതേ ഉള്ളൂ, അല്ലാതൊന്നുമില്ല. ഞാൻ ഓക്കെയാണ്. ദിയ അതും പറഞ്ഞ് ചുണ്ടു ചുളുക്കിയതും അരുണേട്ടൻ അവളുടെ അടുത്തിരുന്ന് തോളിലൂടെ കൈയിട്ട് ചേർത്തിരുത്തി. നമുക്കുള്ളതാണെങ്കിൽ എത്ര കഴിഞ്ഞാലും നമ്മളിലേക്ക് തന്നെ വന്നു ചേരും. അല്ലേൽ ആദ്യമേ ഒഴിഞ്ഞു പോകുന്നതാ നല്ലത്. നിനക്ക് ഹയറായത് നിന്റെ റബ്ബ് കണ്ടുവച്ചിട്ടുണ്ടടി. അതും പറഞ്ഞ് അവളുടെ തലയിൽ തട്ടിയതും അവൾ ചിരിച്ചോണ്ട് ആ ഉണ്ടാകും, പക്ഷേ ഞാൻ ഉള്ളറിഞ്ഞ് സ്നേഹിച്ചതാ. അത് ജസ്റ്റ് ഇൻഫാക്റ്റ്. മതി 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 ദിയ പറഞ്ഞു മുഴുവനാക്കും മുമ്പ് സിദ്ധുവേട്ടൻ നിർത്താൻ പറഞ്ഞു. ആ ചാപ്റ്റർ ദേ ഇവിടെ ക്ലോസ് ആയി. ഇനി ആരും അത് പറയണ്ട. സിദ്ധുവേട്ടൻ പറഞ്ഞതും അവൾ തലയാട്ടി. അതെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ന്യൂ ചാപ്റ്റർ. വേണ്ടാത്തതൊന്നും ആലോചിക്കേ വേണ്ട. കേട്ടോടി പൊട്ടിക്കുട്ടി. കീച്ചേട്ടൻ അവളുടെ അടുത്തിരുന്നു. അവൾ ഇനി അതൊന്നും ആലോചിക്കേയില്ല അല്ലേടി? ദിയയുടെ കവിളിൽ തലോടി കണ്ണ് ചിമ്മിക്കാണിച്ച് സിദ്ധുവേട്ടൻ പറഞ്ഞതും അവളും ചിരിച്ചു. അത് കണ്ടതും മനസ്സറിഞ്ഞാണ് അവൾ ചിരിച്ചതെന്ന് മനസ്സിലായപ്പോൾ എൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവരെ സ്നേഹം കണ്ടതും ഒരു നിമിഷം എൻ്റെ കണ്ണ് നിറഞ്ഞു. എനിക്കും ദിയയ്ക്കും കിട്ടിയ കൂടപ്പിറക്കാതെ പോയ കൂടപ്പിറപ്പുകൾ. ദിയെ കൂടുതൽ സാറിൻ്റെ കാര്യം പറഞ്ഞ് സങ്കടപ്പെടുത്താൻ വയ്യാത്തോണ്ടാണ് അവളെ ഒന്ന് ആശ്വസിപ്പിച്ചത്. ആശ്വസിപ്പിച്ച് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഒന്നിപ്പോ ചെയ്യാനും പറ്റില്ലല്ലോ. റിജക്റ്റ് ചെയ്ത അപ്പം തന്നെ നോർമൽ ആയൊന്നും വരില്ല. എന്നാലും അത് ആലോചിച്ച് അവളെ കൂടുതൽ വിഷമിപ്പിച്ച് ഇരുത്താനും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒരുവിധം ഓരോന്നും പറഞ്ഞ് അവളുടെ മൂഡ് മാറ്റി. അവളൊന്ന് ഓക്കെ ആയെന്ന് കണ്ടപ്പോഴാണ് ഞാൻ എൻ്റെ പെണ്ണിനെ ഒന്ന് നോക്കിയത്. അവളപ്പോ ഞങ്ങളെ തന്നെ നോക്കി ചിരിച്ചോണ്ട് നിൽക്കുന്നതാണ് കണ്ടത്. പെണ്ണ് ഈ ലോകത്ത് ഒന്നുമല്ലെന്ന് മനസ്സിലായി. അപ്പോൾ മെല്ലെ എണീറ്റ് അവളുടെ അടുത്തേക്ക് പോയി നിന്ന് പെണ്ണിനെ നോക്കിയതും അവൾ അത് കണ്ടില്ല. കാര്യമായി ആലോചനയിൽ ആണെന്ന് കണ്ടപ്പോൾ പെണ്ണിൻ്റെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് നിർത്തിയതും അവൾ ഞെട്ടി. ഒരു ഞെട്ടലോടെ എന്നെ നോക്കിയതും ഞാൻ കണ്ണ് ചിമ്മി കാണിച്ചപ്പോൾ അവൾ കൂർപ്പിച്ചു നോക്കി. എന്താടി നോക്കി പേടിപ്പിക്കുന്നത്? കൈയെടുത്തേ. ഉന്തി തള്ളാൻ ശ്രമിച്ചുകൊണ്ട് അനു പറഞ്ഞതും ഒന്നുകൂടെ മുറുക്കി പിടിച്ചുകൊണ്ട് അവളെ കൂർപ്പിച്ചു നോക്കി. ഞാൻ പറഞ്ഞിട്ടുണ്ട് പെണ്ണെ, ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ വിടില്ലെന്ന്. ഞാൻ എൻ്റെ പെണ്ണിനെ ചേർത്ത് പിടിച്ചാൽ എനിക്ക് തോന്നുമ്പോഴേ കൈയെടുക്കൂ. ഇനിയും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ കുറച്ച് കനപ്പിച്ച് തന്നെ പറഞ്ഞു. അവളെ നോക്കിയപ്പോൾ പെണ്ണ് ചുണ്ട് കയറ്റി മുഖം തിരിച്ചു കളഞ്ഞു. എന്നാ നമുക്ക് പോയാലോ? പെട്ടെന്ന് സിത്തു ചോദിച്ചപ്പോൾ ഞാൻ അവളെ നോക്കി. സാധാരണ നേരത്തെ പോകുന്നതേ പെണ്ണിന് ഇഷ്ടമല്ല. നിനക്ക് എന്തു പറ്റി സിത്തു? കീർത്തിയാട്ടോ ചോദിച്ചത്. എനിക്ക് വയ്യ, വയറ് വേദനിക്കുന്നു. വയറും പൊത്തിപ്പിടിച്ച് പെണ്ണ് പറഞ്ഞപ്പോൾ ഇനി നിന്ന എൻ്റെ പെങ്ങളുടെ ഭാവം മാറും എന്നറിയാവുന്നതുകൊണ്ട് വേഗം പോകാമെന്ന് പറയാൻ നിന്നതും അരുൺ വേഗം സിദ്ധുവിൻ്റെ അടുത്തേക്ക് ചാടി വീണ് അത് കണ്ടതും പിന്നെ ഞാൻ ഒന്നും പറയാൻ പോയില്ല. എന്താ സിദ്ധു, നല്ല പെയിനുണ്ടോ? അവളോട് അരുൺ ചോദിക്കുന്നത് കേട്ടതും അറിയാതെ ചിരി വന്നു. ചെറുതായിട്ട്, ഒന്ന് വീട്ടിൽ പോണം. അരുണിനെ നോക്കിക്കൊണ്ട് സിത്തു പറഞ്ഞതും അരുൺ എന്നെയും കിച്ചുവിനെയും നോക്കി. അപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടും മുഖത്തോട് മുഖം നോക്കി. പിന്നെ അരുണിനെ നോക്കി തലയാട്ടി. എന്നാ വാ പോകാം. അരുൺ വേഗം അതും പറഞ്ഞു എണീറ്റു. ഏട്ടൻ വരുന്നില്ലേ? ആ ഞാൻ വരാം. അപ്പോൾ നമുക്ക് പോകാം. അരുണേട്ടനെ എന്തിനാ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. അയ്യോ, എന്ന് തുടങ്ങി ഇങ്ങനത്തെ ചിന്തകളൊക്കെ നിനക്ക്? അരുൺ ചോദിച്ചതും സിത്തു ഇളിച്ചു കാണിച്ചു. അയ്യ, എന്താ ഇളി? ഇന്നെനിക്ക് ഒന്ന് നേരത്തെ വീട്ടിൽ പോകണം. അതുകൊണ്ട് കൊണ്ടാക്കാലോ വീട്ടിലേക്കെന്ന് കരുതി.